ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുന്നതിനിടെ ഇറാനുമായി സമാധാന കരാർ ഈ ആഴ്ച തന്നെ ഒപ്പിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ അവസാനത്തെ യുദ്ധം തുടങ്ങുമെന്നായിരുന്നു പറഞ്ഞ് ഉൾട്ടയടിച്ചു. കരാറിന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ കമനിയുടെ അംഗീകാരം ലഭിച്ചതായിട്ടും ട്രംപ് അവകാശപ്പെടുന്നു. അതേസമയം അമേരിക്ക അമിതമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണെന്നും കരാറിൻ്റെ കാര്യത്തിൽ തങ്ങൾ അന്തിമ തീരുമാനമെടുത്തില്ലെന്നും ഇറാൻ പ്രതികരിക്കുകയും ചെയ്തു. ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. മധു, ശരിക്കും അതിനിടയിൽ നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹുവും നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് തമ്മിൽ ശകട പോകുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അവർ തമ്മിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അവർ തമ്മിലുള്ള ബന്ധത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇന്ന് ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചെന്ന് പ്രഖ്യാപിച്ചത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കുമ്പോഴാണ്. പിന്നീട് ജോർജിയയിൽ ഈ ലഫ്റ്റനന്റ് ഗവർണർ ബട്ട് ജോൺസനെ പിന്തുണച്ച നടന്ന ഒരു ടെലി റാലിയിൽ ട്രംപ് ഇത് ആവർത്തിച്ച് പറയുകയും ചെയ്തു. ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്നുള്ള ഉറപ്പ് ഇറാൻ നൽകിയെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, തന്റെ ഡിപ്ലോമസി കാരണം 95% ഈ ആണവ കാര്യത്തിൽ ഇറാൻ അതിൽ സമ്മതിച്ചതെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അത് മാത്രമല്ല, നേരത്തെ ഇന്ന് പകൽ ഇറാനെതിരെ നിശ്ചയിച്ചിരുന്ന സൈനിക ആക്രമണങ്ങൾ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ട്രംപ് റദ്ദാക്കിയിരുന്നു. അവിടെ ഖത്തറും അതുപോലെ മറ്റു രാജ്യങ്ങളും ഒക്കെ ഇത് ഒഴിവാക്കണമെന്ന് പറഞ്ഞായിരുന്നു. കാര്യം അവർ ടെഹ്റാനിലുണ്ട്. കരാറിന്റെ വിശദാംശങ്ങളൊന്നും ട്രംപ് സൂചിപ്പിച്ചിട്ടില്ല. JD വാൻസ് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ വാരാന്ത്യത്തിൽ യൂറോപ്പിൽ വെച്ച് ഒരുപക്ഷെ കരാർ ഒപ്പിട്ടേക്കുമെന്നുള്ള സൂചന നൽകിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമാധാന കരാറിന്റെ കാര്യത്തിൽ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പെട്ടെന്നുള്ള ഒരു പ്രഖ്യാപനം ഇസ്രായേലിനെ ശരിക്കും ഞെട്ടിച്ചു. ഈ കരാർ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. എന്നാൽ പിന്നീട് ഡൊണാൾഡ് ട്രംപുമായി ഒരു ടെലിഫോൺ സംഭാഷണം നടന്നിരുന്നു. കരാറിലെ വ്യവസ്ഥകളിൽ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ നെതന്യാഹു ട്രംപിനെ ഓർമ്മപ്പെടുത്തി. അത് മാത്രമല്ല, ഇതില് അല്പം അസ്വസ്ഥത പ്രകടിപ്പിച്ചെങ്കിൽ പിന്നീട് ട്രംപുമായിട്ടുള്ള ചർച്ചയിൽ ഇസ്രായേൽ അവരുടെ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്രായേൽ ഈ മെമ്മോറാണ്ടത്തിന്റെ കക്ഷിയല്ല, എന്നാൽ തന്നെ അവരുടെ ആവശ്യങ്ങൾ ഇതിൽ ഉറപ്പാക്കണമെന്നാണ് നെതന്യാഹുവിന്റെ ആവശ്യം. അതേസമയം പതുപോലെ ഇറാൻ ഇത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ട്രംപിന്റെ അവകാശങ്ങൾ ചർച്ചകളിൽ പുരോഗതി ഉണ്ടെന്ന് ഇറാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇറാന്റെ ചില റെഡ് ലൈൻസ് ഉണ്ട്, അതിൽ ഒരു കോംപ്രമൈസും ഇല്ലെന്നുള്ളൊരു നിലപാടിലാണ് അവർ. ഈ കരാർ അന്തിമമായെന്നുള്ള വാർത്തകളൊക്കെ വെറും ഊഹാപോഹമാണെന്നാണ് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗായ് ഇതിനോട് പ്രതികരിച്ച് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ചർച്ചകളിലൊക്കെ വലിയൊരു ശതമാനം നേരത്തെ പൂർത്തിയായിരുന്നു. പക്ഷേ അമേരിക്ക നിരന്തരം നിലപാടുകൾ മാറ്റുന്നു, അതാണ് ഈ തിരിച്ചടിയാകുന്നതെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. അത് മാത്രമല്ല, അവരുടെ ഈ റെഡ് ലൈൻസിൽ ഒരു കോംപ്രമൈസിനും ഇല്ലെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഈ ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയൊക്കെ കൂടുതൽ അപകടത്തിലായെന്നും ഇറാൻ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ ഇറാൻ ആക്രമണങ്ങളിൽ അമേരിക്കയും ഇസ്രയേലും സ്റ്റാർലിങ്ക് ഉൾപ്പെടെയുള്ള എലോൺ മസ്കിന്റെ സേവനങ്ങൾ ഉപയോഗിക്കുന്നുവെന്നാണ് ഇറാൻ ഇപ്പോൾ ആരോപിച്ചിരിക്കുകയാണ്. സ്റ്റാർലിങ്കിന്റെ ചാര ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് വിവരങ്ങൾ കൈമാറി മസ്ക് US സൈന്യത്തെ സഹായിക്കുന്നുവെന്നും ഇറാൻ ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ, ഖത്തർ, ജോർദൻ, UAE, ഒമാൻ എന്നിവിടങ്ങളിലുള്ള സ്റ്റാർലിങ്ക് ഗ്രൗണ്ട് സ്റ്റേഷനുകൾ ഇറാൻ അവരുടെ പുതിയ ടാർഗറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ ആക്രമിക്കുമെന്നാണ് പറയുന്നത്. തെക്കൻ ഇറാനിലെ ജലവിതരണ സംവിധാനങ്ങളൊക്കെ ആക്രമിക്കുവാൻ മസ്കിന്റെ കമ്പനികൾ സഹായിച്ചുവെന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. അതേസമയം ഈ യുദ്ധഭീതി ഒഴിഞ്ഞെന്ന വാർത്തയിൽ വിപണിയിൽ ചെറിയ ഉണർവുണ്ടായിട്ടുണ്ട്. ഓഹരി വിപണിയിൽ കുതിപ്പുണ്ടായിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില പതുക്കെ താഴോട്ട് നീങ്ങി വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.